സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അന്ത്യം വരെയും ചിറകിൻ മറവിൽ എന്നെ കരുതും ഗുരുവേ. അന്ത്യം വരെയും ചിറകിൻ മറവിൽ എന്നെ കരുതും ഗുരുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. ഈശോയെ, ഞങ്ങളുടെ സ്നേഹം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അവിടുന്ന് പത്രോസിനോട് ചോദിച്ചല്ലോ, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? സഹോദര സഹോദരി, ആരാധനയുടെ ഈ ആരംഭ നിമിഷങ്ങളിൽ ദൈവമായ കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്, നിന്റെ കുടുംബത്തെക്കാൾ അധികമായി, നിന്റെ സമ്പത്തിനേക്കാൾ അധികമായി, നിന്റെ മക്കളെക്കാൾ അധികമായി, നിന്റെ ജോലിയേക്കാൾ അധികമായി, നിന്റെ ആരോഗ്യത്തെക്കാൾ അധികമായി നീ ഈശോയെ സ്നേഹിക്കുന്നുവോ? നമ്മുടെ സ്നേഹം കൊതിക്കുന്ന ദൈവം, നമ്മുടെ സ്നേഹം ആഗ്രഹിക്കുന്ന ദൈവം, ആ ദൈവത്തോട് നമുക്ക് പറയാം, പ്രഖ്യാപിക്കാം, അങ്ങേക്കാൾ വേറെ ഒന്നിനെയും ഞാൻ സ്നേഹിക്കുന്നില്ല. ഈശോയെ, എൻ്റെ പൂർണ്ണ ഹൃദയം, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ശക്തി നിനക്ക് തരുന്ന കർത്താവേ, നിനക്ക് തരുന്ന കർത്താവേ, സ്വീകരിക്കണമേ, ഏറ്റെടുക്കണമേ. ക്ഷീണിതനാകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും അപ്പനേ. ക്ഷീണിതനാകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും അപ്പനേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. വീണിടാതെന്നെയും തേജസ്സിൻ മുൻപതിൽ ധൈര്യമായി നിർത്തിടും നാഥനേ. വീണിടാതെന്നെയും തേജസ്സിൻ മുൻപതിൽ ധൈര്യമായി നിർത്തിടും നാഥനേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല
യേശുവേ. വിഭജിക്കപ്പെടാത്തൊരു ഹൃദയം ഈശോ നമ്മിൽ നിന്ന് കൊതിക്കുന്നുണ്ട്. ഈശോയേക്കാൾ അധികമായി നമ്മുടെ ഹൃദയത്തിൽ നാം ആരെയും പൂജിക്കരുത്. ഈ ആരാധനയിൽ കണ്ണുകൾ നമുക്ക് ദിവികാരുണ്യനാഥനിൽ ഉറപ്പിക്കാം. ഈശോയുടെ തിരുമുഖത്തേക്ക് നാം നോക്കുമ്പോൾ അവിടുത്തെ പ്രകാശത്തിൽ നമ്മുടെ ആത്മാവിൻ്റെ യഥാർത്ഥ അവസ്ഥ ഈശോ നമുക്ക് കാണിച്ചു തരും. അവിടുന്ന് വെളിപ്പെടുത്തി തരും, മകനെ, മകളെ, നിന്റെ കുറവിതാണ്, നിന്റെ പ്രശ്നങ്ങളുടെ വേര് ഇതാണ്, നിന്റെ പിടിവാശിയുടെ കാരണം ഇതാണ്. മോശയോട് ദൈവമായ കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ നീ സ്നേഹിക്കണം. ഏതൊരു കുടുംബത്തിൻ്റെയും വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ആണിക്കല്ല് യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഒരു ശിശുവിനെ നോക്കുക, എത്ര നിഷ്കളങ്കമായിട്ടാണ് ആ കുഞ്ഞ് മാതാപിതാക്കളെ സ്നേഹിക്കുന്നത്. ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ കലർപ്പില്ല. ആ കുഞ്ഞിൻ്റെ ഹൃദയം വിഭജിതമല്ല. ആ കുഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടെയാണ് തൻ്റെ മാതാപിതാക്കളെ കരുതുന്നതും സ്നേഹിക്കുന്നതും. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 37-ാം തിരുവചനത്തിൽ ദൈവാത്മാവ് നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കും, ഇതുപോലുള്ളൊരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. ഹൃദയത്തിൽ നമുക്ക് ഈ സമയം ഈശോയെ സ്വീകരിക്കാം. ഈശോയേക്കാൾ അധികമായി നമ്മുടെ ഹൃദയത്തിൽ ഉള്ള എല്ലാ അടുപ്പങ്ങളെയും ബന്ധങ്ങളെയും അട്ടിമത്തങ്ങളെയും നമുക്ക് ഉപേക്ഷിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കട്ടെ. നമ്മുടെ ഹൃദയത്തിൻ്റെ കേന്ദ്രസ്ഥാനം ദിവ്യകാരുണ്യനാഥന് വിട്ടുകൊടുക്കാമോ? സഹോദര, സഹോദരി, നീ ഏതവസ്ഥയിലാണെങ്കിലും ബന്ധങ്ങളുടെ പേരിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ? പറ്റിക്കപ്പെട്ടതിൻ്റെ പേരിൽ വല്ലാതെ നൊമ്പരപ്പെടുന്ന ഒരു ഹൃദയമാണോ? സ്നേഹിതരാൽ വഞ്ചിക്കപ്പെട്ടതിൻ്റെ വേദന ശങ്കിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു മകളാണോ, മകനാണോ? ദൈവത്തിന്റെ ആത്മാവ് നിന്നെ വിളിക്കുന്നു. ഈശോയെ വിളിക്കുക. അവൻ കടന്നു വരും നിന്റെ ഹൃദയത്തിന്റെ നാഥനായി, നിന്റെ ജീവിതത്തിന്റെ നാഥനായി. മനുഷ്യര് നിന്നെ പറ്റിച്ചേക്കാം, മനുഷ്യര് നിന്നെ വഞ്ചിച്ചേക്കാം, പറഞ്ഞ വാക്ക് പാലിക്കാതെ പോയേക്കാം. പക്ഷെ ക്രിസ്തു അവൻ ഒരിക്കലും പറ്റിക്കില്ല. പറയാം, ഹൃദയം തുറന്ന് ഈശോയെ, ഈ ലോകത്തിലെ സുഹൃത്തുക്കളെക്കാൾ അധികമായി, പ്രിയപ്പെട്ടവരെക്കാൾ അധികമായി, മക്കളെക്കാൾ അധികമായി, മാതാപിതാക്കളെക്കാൾ അധികമായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്നേഹമാണ്. തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മക്കളുടെ സ്നേഹമാണ് ദൈവം കൊതിക്കുന്നത്. കൊടുക്കാൻ നമ്മുടെ ഹൃദയത്തെ. കരങ്ങൾ ഈ സമയം ദിവ്യകാരുണ്യനാഥന് നേർക്കുയരട്ടെ. ഹൃദയം പൂർണ്ണമായി ഈശോയ്ക്ക് കൊടുക്കാമോ? സഹോദര, സഹോദരി, ഉള്ളു തുറന്ന് ഈശോയൊന്ന് വിളിക്കാമോ? നിന്റെ ആത്മനാഥൻ നിന്റെ ജീവിതത്തെ പുതുക്കി പണിയാനിത് കടന്നു വരുന്നു. നിന്നെ സന്ദർശിക്കുന്ന സമയം കരങ്ങൾ ഉയർത്തി ചങ്ക് തുറന്ന് അവനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധിക്കുമെങ്കിൽ യേശുവേ എന്ന നാമം വിളിച്ച് ഈ സമയം പ്രാർത്ഥിക്കുന്നു. യേശുവേ എന്ന നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം എന്ന നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ എന്ന നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗക്കിടക്കയിൽ കഴിയുന്നവർ വിളിക്കട്ടെ യേശുവേ. തകർന്ന മനസ്സുമായിരിക്കുന്നവർ വിളിക്കട്ടെ യേശുവേ. നിരാശയിൽ കഴിയുന്നവർ വിളിക്കട്ടെ യേശുവേ. അനുഗ്രഹങ്ങൾ പ്രാപിച്ചവർ വിളിക്കട്ടെ യേശുവേ. യേശുവേ. ഈ ലോക സമ്പത്തിനേക്കാൾ, ഈ ലോക ബന്ധങ്ങളേക്കാൾ, ഈ ലോക മോഹങ്ങൾ
ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എല്ലാറ്റിനും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന. പ്രിയം നിറഞ്ഞ സഹോദരീ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പരിശുദ്ധമായ സാന്നിധ്യത്തിന് നമുക്ക് നന്ദി പറയാം. ഈശോ നമ്മിൽ നിന്ന് ഏറെ കേൾക്കാൻ കൊതിക്കുന്ന ഒരു വാക്കാണ് ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്നുള്ളത്. കാരണം അവൻ ദൈവമാണ്, നമ്മുടെ സ്നേഹം കൊതിക്കുന്നവനാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 33 മുതലുള്ള തിരുവചനങ്ങളാണ്. അവർ പിന്നീട് കഫർനാമിലെത്തി. അവൻ വീട്ടിലായിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു, വഴിയിൽ വച്ച് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചിരുന്നത്? അവർ നിശബ്ദരായിരുന്നതേയുള്ളൂ. കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചാണ് വഴിയിൽ വച്ച് അവർ തർക്കിച്ചത്. അവൻ ഇരുന്നിട്ട് 12 പേരെയും വിളിച്ചു പറഞ്ഞു, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം. അവൻ ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യേ നിർത്തി അവനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുപോലുള്ളൊരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല, എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. സഹോദരങ്ങളെ, കഫർനാമിലേക്കുള്ള യാത്രാ മധ്യേ ഈശോയുടെ ശിഷ്യന്മാർ തമ്മിൽ വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. തർക്കത്തിൻ്റെ കാരണം മാത്സര്യമാണ്, മാത്സര്യ മനോഭാവം. തങ്ങളിൽ ആരാണ് വലിയവൻ? കുടുംബങ്ങളാകട്ടെ വ്യക്തിജീവിതങ്ങളാകട്ടെ വളരെ പെട്ടെന്ന് ബന്ധങ്ങളുടെ കണ്ണി അകന്നു പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ മാത്സര്യ മനോഭാവമാണ്. അതുകൊണ്ട് തന്നെ വചനം പഠിപ്പിക്കും, മാത്സര്യം മന്ത്രവാദം പോലെ മാരകമാണെന്ന്. അയൽവാസിയേക്കാൾ മനോഹരമായ വലിയ ഭവനം പണിയുവാനുള്ള ആഗ്രഹം, സുഹൃത്തിന് കിട്ടിയ ജോലിയേക്കാൾ മെച്ചപ്പെട്ട ഉയർന്ന ശമ്പളമുള്ള ജോലി കരസ്ഥമാക്കാനുള്ള അത്യാഗ്രഹം, ബന്ധുവിൻ്റെ മകളേക്കാൾ ഉയർന്ന മാർക്ക് തൻ്റെ കുഞ്ഞുങ്ങൾ മേടിക്കണമെന്ന പിടിവാശി, ഇതെല്ലാം മാത്സര്യത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. ഈശോയുടെ ശിഷ്യന്മാരിൽ പോലും ഈ മനോഭാവം ഉണ്ടായിരുന്നു എന്നാണ് വചനം പഠിപ്പിക്കുക. എപ്പോഴും തങ്ങളിൽ ആരാണ് വലിയവൻ. ഇത് മനസ്സിലാക്കിയ ഈശോ അവർക്ക് നൽകുന്ന മറുപടി ശ്രദ്ധേയമാണ്. മർക്കോസിന്റെ സുവിശേഷം 9:36, അതാണ് ഈ മണിക്കൂറിൽ നമ്മൾ ധ്യാനിക്കുന്നത്. അവൻ ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യേ നിർത്തി അവനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുപോലുള്ളൊരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നിട്ട് കൂട്ടിച്ചേർത്തു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല, എന്നെ അയച്ച പിതാവിനെയാണ് സ്വീകരിക്കുന്നത്. എന്താണ് ശിശുവിൻ്റെ പ്രത്യേകതകൾ? 3 പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. ഒരുപാട് പ്രത്യേകതകളുണ്ട് ശിശുവിന്.
3 പ്രധാനപ്പെട്ട പ്രത്യേകതകൾ വചനം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കട്ടെ. ഒന്നാമത്തെ ശിശുവിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്: ശിശുവിന് മാത്സര്യ മനോഭാവം ഇല്ല. ശിശു എപ്പോഴും ഒരു നിഷ്കളങ്ക ഹൃദയത്തോടെയാണ് കാര്യങ്ങളെ സമീപിക്കുക. മറ്റൊരാൾക്കാണോ തനിക്കാണോ ഉയർച്ച എന്ന് ശിശു ചിന്തിക്കുകയില്ല. ശിശു എപ്പോഴും തനിക്ക് ലഭിച്ചതിനെക്കുറിച്ചും ഈ നിമിഷത്തെക്കുറിച്ചും മാത്രം ചിന്തിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഈ ശിശു സഹജമായ ഹൃദയമുള്ളവർ അവർ പല കാര്യങ്ങളും മറ്റുള്ളവരോട് തുറന്നു പറയുമ്പോൾ അതിൻ്റെ വരും വരായകളെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ പൂർവ്വ ജോസഫിനെ കുറിച്ച് നമ്മൾ വായിക്കും. പൂർവ്വ ജോസഫ്, ദൈവം ജോസഫിനൊരു സ്വപ്നം കൊടുക്കുമ്പോൾ ആ സ്വപ്നം നിഷ്കളങ്ക ഹൃദയത്തോടെ ചെന്ന് തൻ്റെ സഹോദരന്മാരോട് പറയും. ഞാനൊരു സ്വപ്നം കണ്ടു, ഇതാ എൻ്റെ കറ്റകൾ എഴുന്നേറ്റ് നിൽക്കുന്നു, നിങ്ങളുടെ കറ്റകളെല്ലാം അതിനെ താണു വണങ്ങുന്നു. ഒരു നിഷ്കളങ്ക ഹൃദയത്തോടെ ജോസഫ് തനിക്കുണ്ടായ സ്വപ്നം തൻ്റെ സഹോദരന്മാരോട് പങ്കുവെക്കുകയാണ്. സഹോദരന്മാര് ആ സ്വപ്നത്തിൻ്റെ വിവരണം കേട്ട് ജോസഫിനെ വെറുക്കുകയും അവനോട് അസൂയപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ജോസഫ് അത് മനസ്സിലാക്കുന്നില്ല. എന്ന് വെച്ചാൽ തൻ്റെ സ്വപ്നത്തിൻ്റെ വിവരണം കേൾക്കുമ്പോഴും തൻ്റെ സഹോദരന്മാർ തന്നെ വെറുക്കുകയാണ്, തന്നോട് അസൂയപ്പെടുകയാണ് എന്ന യാഥാർത്ഥ്യം ജോസഫിന് മനസ്സിലാകുന്നില്ല. കാരണം ജോസഫിൻ്റെ ഹൃദയം ഒരു നിഷ്കളങ്ക ഹൃദയമാണ്. സഹോദരന്മാരെ 2 തവണ സ്വപ്നം പങ്കുവെക്കുമ്പോഴും ഈ നിഷ്കളങ്ക ഹൃദയത്തോടെയാണ് ജോസഫ് പങ്കുവെക്കുന്നത്. അവരിത് കേട്ട് തന്നോട് എങ്ങനെ പെരുമാറും എന്നൊന്നും ജോസഫ് ചിന്തിക്കുന്നില്ല. അപ്പനായ യാക്കോബ് ഷെക്കേമിലേക്ക് സഹോദരന്മാരുടെ അടുത്തേക്ക് ജോസഫിനെ പറഞ്ഞു വിടുമ്പോഴും ജോസഫ് വളരെ ആവേശത്തോടു കൂടിയാണ് പോകുന്നത്. ദോഥാനിൽ ദൂരെ വെച്ച് ജോസഫിനെ കണ്ടുകൊണ്ട് സഹോദരന്മാർ അവനെ കൊലപ്പെടുത്താൻ ഗൂഢ പദ്ധതി തയ്യാറാക്കുമ്പോഴും ഈ നിഷ്കളങ്കനായ ജോസഫ് അത് മനസ്സിലാക്കുന്നില്ല. പക്ഷേ ഒരു ശിശുഹൃദയം സ്വന്തമായി ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ഒരിക്കലും പാപത്തിൽ വീണില്ല. മാത്രവുമല്ല, സഹോദരന്മാര് ചെയ്തതൊക്കെയും ദൈവമായ കർത്താവ് ജോസഫിന് നന്മയാക്കി മാറ്റി. ജോസഫിന്റെ കഥയിൽ അവസാനം നമ്മൾ ഇങ്ങനെ വായിക്കും: സഹോദരന്മാരെ, നിങ്ങൾ എന്നോട് തിന്മ പ്രവർത്തിച്ചു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. അപ്പോൾ ഒരു ശിശു ഹൃദയമുണ്ടെങ്കിൽ, ഒരു നിഷ്കളങ്ക ഹൃദയമുണ്ടെങ്കിൽ, എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നത് പോലെ മുൻവിധികളില്ലാതെ, ഹിഡൻ അജണ്ടകളില്ലാതെ നമുക്ക് സ്നേഹിക്കാനായിട്ട് കഴിയും. മാത്സര്യ മനോഭാവം വരുമ്പോൾ നമ്മിൽ പലപ്പോഴും കാപട്യം മുളയെടുക്കും. നമ്മൾ പലപ്പോഴും അറിയാതെ സഹോദര ബന്ധത്തിൽ, സഹോദരി ബന്ധത്തിൽ മുഖം മൂടികൾ അണിയാൻ തുടങ്ങും. ഉള്ളിലൊന്ന് വെച്ചുകൊണ്ട് പുറമെ മറ്റൊരു രീതിയിൽ സംസാരിക്കും. ശിശുവിനതില്ല. മുഖമൂടി ഇല്ലാത്ത വ്യക്തിയാണ് ശിശു ഹൃദയമുള്ളവൻ. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത് ശിശുക്കളെ പോലെയാകണമെന്ന്. രണ്ടാമതായി സഹോദരങ്ങളെ, ശിശുവിനെ നോക്കുക. അതൊരിക്കലും അതിന് കിട്ടിയ വേദനയോ അതിന് കിട്ടിയ ബുദ്ധിമുട്ടോ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ല. ഞാൻ ഓർക്കുകയാണ്, ഒരു കുഞ്ഞിനെ ഒരിക്കലും ഒരു അമ്മ, ഏകദേശം 3-4 വയസ്സുള്ളൂ, വെറുതെ ഒന്ന് വഴക്ക് പറയുന്നത് കണ്ടു. 5 നിമിഷത്തേക്ക് അത് കരഞ്ഞു. പിന്നീട് പെട്ടെന്ന് അത് മറന്നു കളഞ്ഞ് ചിരിച്ചു കളിച്ച് അമ്മയുടെ പക്കൽ മടങ്ങിയെത്തി. ചില വ്യക്തികൾ നമുക്ക് തന്ന വേദനകൾ നമുക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്നോളം ക്ഷമിച്ചിട്ടില്ല. ശിശുഹൃദയം എന്ന് പറയുന്നത് എല്ലാവരോടും സ്നേഹത്തിൽ കഴിയുന്ന ഒരു ഹൃദയമാണ്. എല്ലാവരോടും ക്ഷമിച്ചൊരു ഹൃദയമാണ്. നമ്മളെ വേദനിപ്പിച്ചവരെ കുറിച്ച്, പ്രത്യേകിച്ച് അവരെക്കുറിച്ചുള്ള പരാജയ കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ, അവരുടെ വിപരീതമായ വാർത്തകൾ നമ്മുടെ കർണപുടങ്ങളിൽ പതിക്കുമ്പോൾ, അതിലൊരു നിഗൂഢമായ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നോളം ആ വ്യക്തിയോട് ക്ഷമിച്ചിട്ടില്ല. മാത്രവുമല്ല, ഏതെങ്കിലും സാഹചര്യത്തിൽ എന്നെ വേദനിപ്പിച്ചവരെ കുറിച്ച് വളരെ വേദനയോടെ, ഖിന്നതയോടെ ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നോളം ആ വ്യക്തിയുമായിട്ട് ഹൃദയത്തിൽ ക്ഷമിച്ചിട്ടില്ല. തീർന്നില്ല, ആ വ്യക്തിയെ പിന്നീട് ഞാൻ കാണുമ്പോൾ എൻ്റെ സഞ്ചാര വീഥികൾ ഞാൻ മാറ്റുന്നുണ്ട്.
ആ വ്യക്തിയെ അഭിമുഖീകരിക്കാതെ ഞാൻ മാറിപ്പോകുന്നുണ്ടെങ്കിൽ ഇന്നോളം ആ വ്യക്തിയോട് ഞാൻ ഐക്യപ്പെട്ടിട്ടില്ല. തീർന്നില്ല. ആ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ചികഞ്ഞുന്നുണ്ടെങ്കിൽ, ആ വ്യക്തിയുടെ പരാജയത്തിൽ ഞാൻ ആനന്ദിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ദൈവസന്നിധിയിൽ ആ വ്യക്തിയോട് ക്ഷമിച്ചിട്ടില്ല. എൻ്റെ ഹൃദയം ശിശുവിൻ്റേത് പോലെയല്ല. ഈശോ വ്യക്തമായി പറയുകയാണ്, അങ്ങനെ ഒരു വ്യക്തിക്ക് യേശുവിനെ സ്വീകരിക്കാൻ കഴിയുകയില്ല. കാരണം ശിശുവിനെ പോലെ സ്വീകരിക്കണമെങ്കിൽ ഒരു ശിശു ഹൃദയം നമ്മിൽ രൂപപ്പെടേണ്ടതുണ്ട്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 6ഉം 7ഉം തിരുവചനങ്ങളിൽ ദൈവാത്മാവ് നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തും: ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 45-ാം തിരുവചനത്തിൽ വീണ്ടും ദൈവാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തും: മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്കു വേണ്ടി മോചനദ്രവ്യമായി നൽകാനും അത്രേ. ശിശുവിന്റെ മൂന്നാമത് ഒരു പ്രത്യേകതയുണ്ട് സഹോദരങ്ങളെ. ശിശു ഒരിക്കലും സ്വന്തം നേട്ടങ്ങളെക്കുറിച്ചോ ഒന്നും അധികം ചിന്തിക്കില്ല. മാത്രമല്ല, ശിശു ഹൃദയത്തിന് എപ്പോഴും വളരാനുള്ള സാധ്യതയുണ്ട്. നിന്നിലൊരു ശിശു ഹൃദയമുണ്ടെങ്കിൽ നിന്റെ വളർച്ച ഒരിക്കലും നിലക്കില്ല. കാരണം ആത്മാവിൽ വളരാൻ ശിശുവിനെ കഴിയൂ. വളർച്ചയുടെ സാധ്യത നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത് ശിശുവിലാണ്. ഹൃദയം ശിശുവിൻ്റേതുപോലെയാകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തെ ദൈവൈക്യത്തിലേക്കും ആത്മീയതയുടെ ഉയർന്ന തലങ്ങളിലേക്കും വളർത്തിക്കൊണ്ടിരിക്കും. കാരണം അത് മുറിയപ്പെടാത്ത, കറയില്ലാത്ത ഹൃദയമാണ്. ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവിനോട് നമുക്ക് പറയാം: ദൈവമേ, മാത്സര്യ മനോഭാവം എൻ്റെ കുടുംബത്തിൽ നിന്ന് അകറ്റിക്കളയണം, വ്യക്തി ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണം. അയൽവാസിയേക്കാൾ, ബന്ധുമിത്രങ്ങളെക്കാൾ ഉയർന്ന് പൊങ്ങണം, അവരെക്കാൾ ഉന്നതിയിലെത്തണം. അങ്ങനെയുള്ളൊരു മാത്സര്യ മനോഭാവം, ഞാനോ നീയോ വലുത്. ഇടവക കൂട്ടായ്മയിലാകട്ടെ, സുഹൃത്ത് ബന്ധങ്ങളിലാകട്ടെ, ഈ ഒരു മാത്സര്യ മനോഭാവം നമ്മളെ തളർത്തും. 2 ശിശുവിനെ പോലെ ക്ഷമിക്കാൻ നമുക്ക് പറ്റണം. 3 ശിശു ഹൃദയത്തിന് വളർച്ചയുടെ അനന്ത സാധ്യതകളുണ്ട്. ദൈവമാണ് വളർത്തുന്നത്. സാധിക്കുമെങ്കിൽ ഈ സമയം നമുക്ക് 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്താം. കർത്താവേ, അനുഗ്രഹങ്ങൾ പ്രാപിച്ചപ്പോൾ, വളർച്ചയുടെ നാൾവഴികൾ പിന്നിട്ടപ്പോൾ, ചിലപ്പോഴൊക്കെ ഞാൻ എന്തൊക്കെയോ ആണെന്ന് ചിന്തിച്ചിട്ടുണ്ട്. സ്വന്തം കാലിൽ നിൽക്കാമെന്ന അവസ്ഥ വന്നപ്പോൾ ഞാൻ അഹങ്കരിച്ചു പോയിട്ടുണ്ട്. പലരോടും ഇന്ന് രമ്യതയിലാവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ചില വ്യക്തികളെ ഞാൻ എൻ്റെ സ്നേഹ കൂട്ടായ്മയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. ചിലരെ ഞാൻ നിശിതമായി വിമർശിക്കുന്നുണ്ട്. ചിലരുടെ പരാജയ കഥകൾ കേൾക്കുമ്പോൾ ഞാൻ ഉള്ളുകൊണ്ട് ആനന്ദിക്കും. അവൻ അങ്ങനെ തന്നെ വേണം, അവൾക്ക് അങ്ങനെ തന്നെ വേണമെന്ന് ഹൃദയത്തിൽ പറയാറുണ്ട്. ഈശോയെ, ഇത് നിന്റെ സ്നേഹത്തിനെതിരാണെന്ന് മനസ്സിലാക്കുന്നു. കർത്താവേ, എൻ്റെ ഹൃദയത്തെ നീ ഇപ്പോൾ തൊടണം. നിനക്ക് എൻ്റെ ഹൃദയത്തെ വിട്ടുതരുമ്പോൾ ഈശോ, എൻ്റെ ഹൃദയം നീ ശിശുവിൻ്റെ ഇതുപോലെ നിഷ്കളങ്കമാക്കുമല്ലോ. ഓ പരിശുദ്ധാത്മാവേ, ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നൊരു അത്ഭുത ശക്തി ഒഴുക്കി എൻ്റെ ഹൃദയത്തെ ഇപ്പോൾ രൂപാന്തരപ്പെടുത്തണമേ. ശിശുവിൻ്റെ കണക്ക് എൻ്റെ ഹൃദയത്തെ ഇളവാക്കണമേ. ഹൃദയ കാഠിന്യം ഈ സമയം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ നിന്ന് വിട്ടകന്നു പോകട്ടെ. ഹൃദയം ഇളതാകട്ടെ. പുഞ്ചിരിക്കാനും ആനന്ദിക്കാനും യേശുവിൽ വിശ്വസിക്കുവാനും യേശുവിൽ സന്തോഷിക്കുവാനുമുള്ള ഒരു ഹൃദയ നിഷ്കളങ്കത ഈ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കുടുംബങ്ങൾക്ക് നൽകട്ടെ. കരമുയർത്തി ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവെ, നഷ്ടപ്പെട്ടു പോയൊരു കൃപ ഞങ്ങൾക്ക് തരണം. പരിശുദ്ധാത്മാവെ, നഷ്ടപ്പെട്ടു പോയ നിഷ്കളങ്കത ഞങ്ങൾക്ക് വീണ്ടും തരണം. ആ ബാല്യത്തിലെ നൈർമല്യം ഞങ്ങൾക്ക് വീണ്ടും തരണം. ഹൃദയത്തിന്റെ നൈർമല്യം വീണ്ടും തരണം. ശിശുസഹജമായ ഹൃദയം വീണ്ടും തരണം. നിന്നെ സ്നേഹിക്കാൻ കൃപ തരണം. യേശുവേ, യേശുവേ, യേശുവേ. കുരിശിലന്നീശോ ക്ഷമിച്ചതുപോലെ
ഞാനും ക്ഷമിച്ചിടുന്നു. കുരിശിലന്നീശോ ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിച്ചിടുന്നു. ഇവരോടു പൊറുക്കേണമേ, ഇവരറിയാതെ ചെയ്തതെല്ലാം ഇവരോടു പൊറുക്കേണമേ, അവരറിയാതെ ചെയ്തതെല്ലാം കുരിശിലന്നീശോ ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിച്ചിടുന്നു. നാളുകളായി കുടുംബത്തിൽ നിൽക്കുന്ന സ്വത്ത് തർക്കം, വിശ്വസിച്ചവർ വഞ്ചിച്ചതിൻ്റെ പേരിലുള്ള മനോഭാരം, വിവാഹ അകൽച്ച, ദാമ്പത്യത്തിലെ വിള്ളലുകൾ, മക്കളോട് പൊറുക്കാൻ പറ്റാത്തതിൻ്റെ നൊമ്പരങ്ങൾ, സഹപ്രവർത്തകരിൽ നിന്ന് ഏറ്റിട്ടുള്ള മുറിവുകൾ, മറ്റുള്ളവർ കാല് വാരിയതിൻ്റെ ദുരനുഭവങ്ങൾ എല്ലാം ഈ സമയം ഈശോയ്ക്ക് കൊടുക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. സാധിക്കുമെങ്കിൽ ദിവികാരുണ്യനാഥന്റെ സന്നിധിയിൽ മുട്ടുകുത്തി നിൽക്കാം. ഉള്ളുകൊണ്ട് നമ്മെ വേദനിപ്പിച്ച സകലരെയും ഈ സമയം നിങ്ങൾ ചേർത്ത് പിടിച്ചവരെ അനുഗ്രഹിക്കാമോ? ദിവികാരുണ്യനാഥൻ ഈ സമയം നാളുകളായി ലഭിക്കാതെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന എല്ലാ കാര്യങ്ങളുടെ മേലും കർത്താവ് ഈ സമയം ഇടപെടും. കർത്താവ് പ്രവർത്തിക്കും. ഞാൻ ക്ഷമ കൊടുക്കുമ്പോ എൻ്റെ അനുഗ്രഹത്തിന്റെ വാതിൽ തമ്പുരാൻ എനിക്കായി തുറക്കും. കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൻ്റെ സ്നേഹിക്കേണ്ട എല്ലാ മേഖലകളെയും ഈ സമയം ഈശോയ്ക്ക് കൊടുക്കുക. ജീവിതത്തിൽ ഇപ്പോഴും അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ക്ഷമിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ കണ്ണു തുറന്ന് ദിവികാരുണ്യനാഥനെ നോക്കുക. ഈശോയോട് പറയാം, കർത്താവ് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, കർത്താവ് ഇന്ന മേഖലയിൽ ഈ വ്യക്തിയുമായി ഒത്തുപോകാൻ എനിക്ക് വിഷമമുണ്ട്, നീ കൃപ തരണം, നീ സഹായിക്കണം. നിശബ്ദതയിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കൃപമതിയേ കൃപമതിയേ അളവില്ലാത്ത നിൻ കൃപമതിയേ 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 അളവില്ലാത്ത നിൻ കൃപമതിയേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.